ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണെന്നോ, ഫേസ് വാഷ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണോ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്താണ്? പിഗ്മെൻറ്റഡ് ആണോ, ഡൾനെസ് ഉണ്ടോ, അത് പിമ്പിൾസ് വരുന്ന സ്കിന്നാണോ? അതാണ് ഫസ്റ്റിലത്തെ എൻ്റെ ചോദ്യം. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത്, അത് സോപ്പാണോ യൂസ് ചെയ്യുന്നത്? ചിലവർ ഫേസ് വാഷ് യൂസ് ചെയ്യും, സോപ്പ് യൂസ് ചെയ്യും, ചിലർ മാറി മാറി യൂസ് ചെയ്യും. ഫേസ് വാഷ് കിട്ടിയ ഫേസ് വാഷ് യൂസ് ചെയ്യും, സോപ്പ് കിട്ടിയ സോപ്പ് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ സെക്കൻഡ് ചോദ്യം. ഇനി തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര ടൈം ഫേസ് വാഷ് ചെയ്യും? അത് കറക്റ്റ് മെത്തേഡാണോ, അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് പിന്നെ പോരുവാണോ? ഫേസ് വാഷ് യൂസ് ചെയ്യും, പക്ഷേ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ആക്കിയിട്ട് ഇനി വരുവാണോ ചെയ്യുന്നത്? അതാണ് എൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഈ 3 ക്വസ്റ്റ്യൻ മാറ്റി വെച്ചേര്, അത് നിങ്ങളുടെ മനസ്സിലിങ്ങനെ വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന മെത്തേഡ്, ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പിമ്പിൾസ്, ഡൾനെസ് അതൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ സഹായിക്കും. കാരണം പിമ്പിൾസ് മാറും, ഡൾനെസ് മാറി നമുക്ക് നല്ല രീതിക്കാണ് നമ്മൾ കറക്റ്റ് മെത്തേഡിലാണ് ഫേസ് വാഷ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നുള്ളവർ, ഡൾനെസ് ആയിട്ടിരിക്കുന്ന സ്കിന്നുള്ളവർ, അതുപോലെ പിമ്പിൾസൊക്കെ ഉള്ളവർ, അവരൊക്കെ ഈ മെത്തേഡ് കറക്റ്റായിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ എന്തായാലും ഇമ്പ്രൂവ് ആകാൻ സാധ്യതയല്ല, ഇമ്പ്രൂവ് ആകും, ബെറ്ററായിട്ട് വരും. അപ്പം ആ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട്. അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, പിന്നെ കാക്ക കരയുന്നുണ്ട്. അങ്ങനെ ആകെ ബഹളമാണ്. അതൊക്കെ നിങ്ങളൊന്ന് വിട്ടേക്കുക, അതൊക്കെ ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിച്ചേക്കുക. അപ്പം നമ്മൾ ഫേസ് വാഷ്, ഇപ്പോൾ ഫേസ് വാഷ് മേടിച്ചെന്ന് വെച്ചാൽ, ഫേസ് വാഷ് മേടിക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏത് ടൈപ്പാണെന്ന്. ഓയിലി സ്കിന്നാണോ, അതോ കോമ്പിനേഷൻ സ്കിന്നാണോ, അതോ ഡ്രൈ സ്കിന്നാണോ, ഏത് സ്കിന്നാണോ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് വേണം നമ്മൾ ഫേസ് വാഷ് നമ്മൾ മേടിക്കുക. അല്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന ഫേസ് വാഷ് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരരുത്. അപ്പം നമ്മൾ മേടിക്കുന്ന ഫേസ് വാഷിലും നമ്മൾ അത് എഴുതിയിട്ട് കാണും, സ്കിൻ ടൈപ്പ് ഏത്, ഓയിലി സ്കിന്നിനാണോ, കോമ്പിനേഷൻ സ്കിന്നിനാണോ, അതായത് ഡ്രൈ സ്കിന്നിനാണോ, ഏത് സ്കിന്നിനാണ് നമ്മൾക്ക് ആ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് അതിനകത്ത് ചെറിയതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ വായിച്ച് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ ഫേസ് വാഷ് മേടിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവരും കോമ്പിനേഷൻ സ്കിന്നുള്ളവരും നമ്മളൊരു ജെൽ ടൈപ്പുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, ബെറ്ററായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ഹിമാലയയുടെയൊക്കെ ഇതുണ്ടല്ലോ ഫേസ് വാഷൊക്കെ അവർക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ക്രീമി ടൈപ്പുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതായിരിക്കും. വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ കളറിലുള്ള ഫേസ് വാഷ് ആയിരിക്കും നല്ല ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ. അത് തന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നതാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന, ഫേസ് വാഷാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, സോപ്പാണ് യൂസ് ചെയ്യുന്നത്? ഫേസ് വാഷ് കിട്ടിയ ഫേസ് വാഷ് യൂസ് ചെയ്യും, സോപ്പ് കിട്ടിയ സോപ്പ് യൂസ് ചെയ്യും. അങ്ങനെ ഒരു നിർബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി കൂട്ടല്ല, നമ്മുടെ ഫേസിലെ സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സോപ്പ് മുഖത്ത് പുരട്ടുമ്പോൾ നമുക്ക് സോപ്പ് നമ്മുടെ സ്കിന്നിൽ ചെന്നിട്ട് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ക്ലീൻ ആക്കും, പക്ഷെ നമ്മുടെ മുഖത്ത് നല്ല ഹാർഡായിട്ട് ആയിരിക്കും അത് ക്ലീൻ ചെയ്യുന്നത്.
പക്ഷെ ഫേസ് വാഷ് അങ്ങനെ ആയിരിക്കില്ല. ഫേസ് വാഷ് നല്ല ജെൻറ്റിലായിട്ടുള്ള ആയിരിക്കും നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ പറയുന്നത്, ബെറ്ററല്ല, സോപ്പ് ഉപയോഗിക്കുകയോ ചെയ്യരുത്. നമ്മൾ ഫേസിൽ നല്ല ഫേസ് വാഷ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആക്ച്വലി സോപ്പ് ഉപയോഗിക്കുന്നത് ഭയങ്കര ഹാർഡായതുകൊണ്ട് തന്നെ നിങ്ങളാരും സോപ്പ് ഫേസിൽ യൂസ് ചെയ്യരുത്, ഒരിക്കലും യൂസ് ചെയ്യരുത്. ഫേസിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം ഓരോ പ്രാവശ്യം കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ മുഖം ഇങ്ങനെ ഡള്ളായി പോകാനും ഏജിങ് ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയൊക്കെ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോപ്പ് ആരും യൂസ് ചെയ്യരുത് ഫേസിൽ. അതിന് പകരം നമ്മുടെ സ്കിൻ ടൈപ്പിനുള്ള ഫേസ് വാഷൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് മേടിച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് സോപ്പ് യൂസ് ചെയ്യാം. നമ്മുടെ പിമ്പിൾസൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിനെ കാണില്ലേ, ഡോക്ടേഴ്സ് നമുക്ക് എഴുതി തരുന്ന ആ ഒരു സോപ്പ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അത് നല്ല മോയ്സ്ചറൈസറായിട്ടുള്ള സോപ്പൊക്കെ ആയിരിക്കും, നമുക്ക് മോയ്സ്ചറൈസിങ് സോപ്പൊക്കെ ആയിരിക്കും നമുക്ക് അവർ എഴുതി തരുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ വേറെ ഒരു സോപ്പെന്ന് പറഞ്ഞ് ഒരു കാര്യം നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ഡവിൻ്റെ സോപ്പ് ഉണ്ടല്ലോ, അത് നല്ലതാണ്. അത് നല്ല ഒരു ക്രീം ബാർന്നോ അല്ലേ അതിലെഴുതിയിരിക്കുന്നത്, അത് നമ്മുടെ അതുകൂട്ടുള്ള സോപ്പൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ സോപ്പ് എന്ന് പറഞ്ഞ് വരുന്ന സംഭവം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഹാർഷായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറേ കാലം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ഡള്ളായി പോകും, നമ്മുടെ സ്കിന്നിൽ ഏജിങ് പ്രോബ്ലം ഉണ്ടാവും, പാടുകളുണ്ടാവും, അങ്ങനെ കുറേ പ്രോബ്ലം ഈ സോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് വീട്ടിലോ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കാണുമല്ലോ. അപ്പം ഈ സോപ്പ് ബാക്ടീരിയയൊക്കെ നശിപ്പിക്കുന്ന പറയുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ എയറിലായിരിക്കുമല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് ഒരാൾ യൂസ് ചെയ്യുന്ന മറ്റൊരാൾ യൂസ് ചെയ്യുന്ന അങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുഖത്ത് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഫേസിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ഫേസ് വാഷ് മെത്തേഡ് നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ മുടി കെട്ടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാനുള്ള ആ ഒരു തുറയങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെ മുടി കെട്ടി വെച്ചതിന് ശേഷം ഇത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് അത് കളർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റണമെന്നുണ്ട്, നോക്കട്ടെ. ഞാൻ മുഖം ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ്. അപ്പം നമുക്ക് നല്ല ഫേസ് വാഷാണ്. അപ്പം നമുക്ക് എങ്ങനെ ഫേസ് വാഷ് ചെയ്ത് നോക്കാം. കുറച്ച് തീരായി ഇതുകൂട്ട് നമ്മൾ ഫേസ് വാഷ് കയ്യിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഇതുകൂട്ട് പതപ്പിച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് ഇതുകൂട്ട് പതപ്പിച്ചതിന് ശേഷം മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. ഇതുകൂട്ട് നമ്മൾ പതപ്പിച്ച് കുറച്ച് കവിളിലും നെറ്റിയിലും ഒക്കെ ഇതുകൂട്ട് തേച്ചതിന് ശേഷം നമ്മൾ 2 വിരലുണ്ടല്ലോ, ഇതുകൂട്ട് 2 വിരലെടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നെറ്റിയിലെ താഴെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലപോലെ ഫോഴ്സിലോട്ട് നല്ലപോലെ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് ചെന്നിട്ട് നമ്മുടെ അഴുക്കൊക്കെ മാറ്റി ക്ലീൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരുന്ന ആൾക്കാരുള്ളൂ ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ ഇതുകൂട്ട് പ്രസ് ചെയ്ത് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക, സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ മാറ്റാൻ പറ്റും. ഇതുകൊണ്ട് നമ്മുടെ മൂക്കിനടുത്തൊക്കെ ഇതുകൊണ്ട് പ്രസ് ചെയ്ത് വേണം നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റെങ്കിലും നമ്മൾ നമ്മുടെ ഫേസ് നല്ലപോലെ ഇതുകൊണ്ട് മസാജ് ചെയ്ത് പ്രസ് ചെയ്ത് സർക്കുലർ മോഷന് വാഷ് ചെയ്ത് വേണം കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ പോയി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇങ്ങനെ മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്, നമുക്ക് ക്ലിയർ ആയത് കൂട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഫേസ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വന്നാൽ നമുക്കൊരു റിസൾട്ടും കിട്ടില്ല.
ഈ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം. അത് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഏത് സ്കിന്നുള്ളവരാണെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഒക്കെ നമ്മുടെ സ്കിൻ ഇരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.